കൊല്ലം പുനലൂർ ഓണം ഫെസ്റ്റ് നാളെ മുതൽ ഒക്ടോബർ 13 വരെ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും. ഹംപി ക്ഷേത്ര മാതൃകയിലുള്ള കവാടമാണ് പ്രധാന ആകർഷണം. വിപണന സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും സിനിമാ സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന കലാപരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നമസ്കാരം. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ചില കലാകാരന്മാരെയാണ്. പുനലൂരിന്റെ ഫെസ്റ്റിവല് 10-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി ഈ ഫെസ്റ്റിവലിന്റെ കവാടം തീർക്കുന്നത് ഹംപി ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള ഒരു കവാടമാണ് ഒരുക്കുന്നത്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന 30ഓളം കലാകാരന്മാരുടെ ഒരു കൂട്ടായ ശ്രമമാണ് ഈ ഹംപി ക്ഷേത്ര മാതൃകയിലുള്ള കവാടം. അതിന്റെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ തെർമോക്കോൾ അല്ലാത്ത മറ്റൊരു തരത്തിലുള്ള ഒരു വസ്തുവാണ്. ഇതിനകത്താണ് വളരെ സസൂക്ഷ്മമായി കത്തി കൊണ്ട് വരച്ച് കട്ട് ചെയ്ത് അതിമനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടാൽ അത്ഭുതം തോന്നുന്ന നിലയിലുള്ള നിർമ്മാണമാണ് ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ നിർമ്മാണത്തിൽ. ഈ ചിത്രപ്പണികൾ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇത് കല്ലിൽ കൊത്തിയത് അടുത്താണോ എന്ന് തന്നെ തോന്നുന്ന രീതിയിലുള്ള ചിത്രപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രപ്പണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നും. ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പെയിന്റിംഗ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ സിനിമയിലെ തന്നെ കലാസംവിധാനമായി വർക്ക് ചെയ്തിട്ടുള്ള ചേട്ടനാണ്. നമുക്ക് ചേട്ടൻ എന്ന് പരിചയപ്പെടാം. നമസ്കാരം. ന്യൂസൈറ്റിൽ നിന്നാണ്. എന്താണ് ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുനിൽ. സിനിമയിലെ കലാസംവിധാന സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ ഹംപി ക്ഷേത്രത്തിന്റെ ആ മാതൃകയിലുള്ള ഒരു കവാടമാണ് നിങ്ങൾ പുനലൂർ തീർക്കുന്നത്. ഇത് എത്രത്തോളം റിസ്ക് പിടിച്ചതാണ്? നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി ഇപ്പോൾ ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരു 20 ദിവസത്തിന് മേലായിട്ടുണ്ട്. ഒരു 15ഓളം പേരുടെ അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. എന്ത് മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ പൈപ്പ് ആണ് അതിന്റെ ഫ്രെയിം, ഇരുമ്പ് പൈപ്പ്, പിന്നെ ഫ്ലക്സ് ഉണ്ട്, ഫോം ബെഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതില് വളരെ സസൂക്ഷ്മമാണ് ഓരോ ചിത്രങ്ങളും നമ്മുടെ ജീവൻ തുടിക്കുന്ന രീതിയിൽ കൊത്തിയിട്ടിരിക്കുന്നത്. ഇത് ഓരോ ശില്പങ്ങളും നിർമ്മിക്കുന്നതിന് കലാകാരന്മാരുടെ വലിയൊരു ശ്രമമുണ്ട്. ഏകദേശം ഒരു ശില്പം നിർമ്മിക്കാനായിട്ട് ഒരാൾക്ക് എത്രത്തോളം സമയം വേണ്ടി വരും? അതിപ്പോൾ നമ്മൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവരുടെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഒരു ശില്പം തയ്യാറാവും. അപ്പം നമ്മുടെ ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ സിനിമയിൽ തന്നെ കലാസംവിധാന സൈഡിൽ വർക്ക് ചെയ്യുന്ന ദിലീപ് ശിവൻകോവിൽ എന്ന് പറഞ്ഞ ഒരു പുനലൂരുകാരനാണ്. നമ്മുടെ സുഹൃത്തു കൂടിയാണ്. സാധാരണ പുനലൂരിലെ ഫെസ്റ്റിവലുകൾ നമ്മൾ കണ്ടു വളർന്നവരാണ്. ഈ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഒരുക്കുകളാണ് ഇപ്രാവശ്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിക്കാണാൻ സാധിക്കുന്നത്? ഇദ്ദേഹം സുനിൽ എന്ന് പറഞ്ഞ ആള് ഞാനും ഒക്കെ ഒരുമിച്ച് കുറെ കാലം കൊണ്ട് മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 10-20 വർഷത്തിന് മുമ്പ് തൊട്ടേ വർക്കുകളുണ്ട്. അന്നേരം പുനലൂര് ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നപ്പം ഞങ്ങളിൽ നേരത്തെ പരിചയമുള്ളതിന്റെ പേരിൽ അദ്ദേഹം എന്നെ വിളിച്ചു. എൻ്റെ ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ ഗുണ കേവിന്റെ ഒരു വലിയ പ്രോജക്റ്റും ഒപ്പം എടുത്തിട്ടുണ്ട്. അന്നേരം ഇത് രണ്ടും കൂടെ അദ്ദേഹത്തിന് ഓടി നിൽക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. ഗുണ കേവിന്റെ നമ്മൾ കണ്ട സിനിമയുടെ 2ാം ഭാഗം അല്ല, ഗുണ കേവിന്റെ അതേ തനിമയിൽ തന്നെ ഒരു ഫെസ്റ്റിന്റെ അരങ്ങ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇത് രണ്ടും കൂടെ പുള്ളിക്ക് ഡീൽ ചെയ്യാൻ അങ്ങോട്ടും എറണാകുളം പുനലൂരുമായിട്ട് നിൽക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ കുറെ കാര്യങ്ങളും പർച്ചേസും പിന്നെ ഇതിന്റെ കോർഡിനേഷനും ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക, എല്ലാം സെറ്റപ്പ് ചെയ്യുക, വർക്കിന് ഒപ്പം ഇവരുടെ കൂടെ നിന്ന് ആ വർക്ക് ചെയ്യുക ഒരു അസോസിയേറ്റ് എന്ന നിലയ്ക്ക്. ഇപ്പൊ നമുക്കിത് കാണുമ്പോൾ ഇത് നിർമ്മാണം ഏകദേശം 80% ആയിട്ടുള്ള സാധ്യതയുള്ളൂ. ഇപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന നിലയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്? ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സിനിമയിലെല്ലാം കാണുന്ന പോലെ ശരിക്കും ഒരു ഹംപി ക്ഷേത്രം ഇവിടെ പറിച്ചു നട്ടു എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ ഓരോ തയ്യാറെടുപ്പിലും അദ്ദേഹത്തിന്റെ ഇടപെടലും വളരെ സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വളരെ ഗൗരവമായി കണ്ട് അതിന്റെ ഡിസൈനുകളായാലും അതിന്റെ മിനുക്കുപണികളായാലും കർവിങ്ങുകളായാലും ഈ ശില്പങ്ങൾ ചെയ്തേക്കുന്ന ചെയ്തേക്കുന്ന രീതിയായാലും വളരെ സൂക്ഷ്മമായിട്ട് നല്ല പഠനം നടത്തിയിട്ട് തന്നെയാണ് അതിന്റെ സ്റ്റൈലിന് പിടിച്ചിരിക്കുന്നത്. ഇത് പുനലൂരിനെ സംബന്ധിച്ചുള്ള ഞാൻ പുനലൂർ വർഷം കൊണ്ട് ഈ സിനിമാ വർക്കുമായിട്ട് പോകണമെങ്കിൽ ഈ ഓണത്തിന് നാട്ടിൽ ഒരു ദിവസം ജസ്റ്റ് വരുവാണെങ്കിൽ ഈ പുനലൂർ ഫെസ്റ്റ് കണ്ടുപോകാറാണ് പതിവ്. അന്നേരം ഇത്രയും നാളത്തെ അതായത് 7-8 വർഷത്തെ അതിന്റെ കാഴ്ച ഇതുകൊണ്ട് അനുഭവം കൊണ്ട് ഒരു പുതിയ അനുഭവമാണ് പുനലൂരിന് കാണാൻ കഴിയാൻ പോകുന്നത്. ഈ ഒരു അനുഭവം വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും കളർഫുൾ ആവും. നമ്മുടെ മെയിൻ കലാ സംവിധായകനാണ് അവിടെ അതിനുള്ള ഫിനിഷിംഗ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
അപ്പോൾ ഇത് ഇനി നമുക്കിനി ഈ ഫെസ്റ്റ് എടുത്തിരിക്കുന്ന ആ ടീം സംഘത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള 4 സ്റ്റാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഈ ഒരു ചലഞ്ചിങ് ആയിട്ട് പുനലൂരിൽ ഈ ഫെസ്റ്റിവലിന് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. അപ്പം 4 സ്റ്റാർ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ പുനലൂരിൽ സാധാരണ അതൊരു 10-15 വർഷമായിട്ട് ഇങ്ങനെ ഫെസ്റ്റിവൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു ഫെസ്റ്റിവലാണ് നിങ്ങൾ ഇപ്രാവശ്യം പുനലൂരിന് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് നിങ്ങളിവിടെ ഒരുക്കുന്ന കവാടം തന്നെ. എന്തൊക്കെ വ്യത്യസ്തങ്ങളാണ് നിങ്ങൾ ഇപ്രാവശ്യം ഒരുക്കുന്നത്? റൈഡുകളിൽ തന്നെ വ്യത്യസ്തമായ പല പരിപാടികളും ഞങ്ങൾക്കുണ്ട്. അതുപോലെ സ്റ്റാളുകൾ തന്നെ ഒരു പുതുമയാർന്ന രൂപത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പുനലൂരുകാർക്ക് തന്നെ ഈ പ്രാവശ്യത്തെ ഓണം ആകർഷണീയമായ രൂപത്തിൽ ഞങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പിന്നണി ഗായകരും ഉൾപ്പെടെയുള്ള സ്റ്റേജ് പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുനലൂരുകാർ കാണാത്ത രൂപത്തിലുള്ള പുതിയൊരു ഓണമായിരിക്കും ഇപ്രാവശ്യത്തെ ഫസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തൃശ്ശൂരുകാരെന്ന് പറയുമ്പോൾ തൃശ്ശൂരിന്റെ തനിമ എന്തെങ്കിലും നിങ്ങളിവിടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടല്ലോ, എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? തൃശ്ശൂരിൻ്റെ പുലിക്കളി, അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് വിവിധമായ പല പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെ പുനലൂരുകാർക്ക് ഒരു പ്രത്യേകതയായിരിക്കും ഇപ്രാവശ്യത്തെ ഓണം ഫസ്റ്റ്. എന്തായാലും ഇക്കുറി 30 നാൾ പുനലൂരിലെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷമാണ് 4 സ്റ്റാർ ഗ്രൂപ്പ് ഒരുക്കുന്നത്. നമ്മൾ ഈ പുനലൂരിലെ ഓണാഘോഷം കാണേണ്ട തന്നെയാണ്. മനോജ് അപ്പക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ.